ഹായ് കൂട്ടുകാരെ, 2024 നടന്ന SSLC ഫൈനൽ എക്സാമിനേഷന് നമ്മുടെ ചാൻസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നമുക്കൊരു റെക്ടാങ്കുലർ പോർഷൻ ഈസ് ഷെയ്ഡഡ് ഇൻ എ സ്ക്വയർ. ഒരു സ്ക്വയർ ആണ് തന്നേക്കുന്നത്. അതായത് അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും മൊത്തം നീളം. ഓക്കെ, അതിനകത്ത് ഈ സ്ക്വയറിനകത്ത് ഒരു റെക്ടാങ്കുലർ ഭാഗം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പാണ്. അത്രയും ഭാഗം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സ്ക്വയർ വിത്തൗട്ട് ലുക്കിംഗ്. നമ്മൾ കണ്ണു അടച്ചതിനകത്ത് ഒരു കുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കുത്ത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി, അതായത് ഈ ഷെയ്ഡിനകത്ത് വീഴാൻ, നമ്മളിങ്ങനെ കണ്ണു അടച്ച് ഒരു കുത്തിട്ടാൽ ആ കുത്ത് ഷെയ്ഡിനകത്ത് വീഴാനുള്ള ചാൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുത്തിടാൻ മാക്സിമം എത്ര ഏരിയ ആണുള്ളത്? ഈ സ്ക്വയറിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കുത്തിടാം. ശരിയല്ലേ? കാരണം സ്ക്വയർ ആണ് ഇതിനകത്ത് വലുത്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ കാണാം. ഏരിയ ഓഫ് എ സ്ക്വയർ എത്രയാണ്? 5 into 5. അതായത് സൈഡിന്റെ സൈഡ് അതാണ് 5 into 5. നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതാം. അതായത് 25 എന്ന് കിട്ടും. ശരിയല്ലേ? അതേപോലെ അവര് പറഞ്ഞത് അങ്ങനെ നമ്മൾ കണ്ണുടച്ച് കുത്ത് ഇടുമ്പോ ഇത് ഈ റെക്ടാങ്കിൾ ഷേപ്പിനകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാങ്കിൾ ഷേപ്പിന്റെ അല്ലെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയയും കൂടി കാണാം. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് അവിടെ എത്രയാണ് നീളം? ഇവിടെ ഇപ്പൊ സപ്പോസ് വീതി എന്ന് പറയാം അല്ലെ, 2 into ലെങ്ത് എത്രയാണ്? 5 ആണ്. 5 into 2 10. കിട്ടിയോ? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി പറയാലോ. പ്രോബബിലിറ്റി is equal to 10/25. ഓക്കെ, അതായത് നമുക്ക് ഈ find the probability of the dot to be in the shaded region. Shaded region എന്താ കുത്ത് വീഴുവാനുള്ള പ്രോബബിലിറ്റി ആണ് 10/25 എന്ന് പറയുന്നത്. നമുക്കത് വെട്ടി ചെറുതാക്കാൻ പറ്റും. 5 into 2 10, 5 into 5 25. അപ്പൊ 2/5, 5ൽ 2 ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കുത്തിടുമ്പോ അത് ഷെയ്ഡഡ് റീജിയനിൽ വീഴുവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇത് ശരിക്കും നമുക്ക് ചോദ്യം കാണുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് 25 ആണെന്ന്, ഇത് 10 ആണെന്ന് അറിയാം. സോ 10/25 ചെയ്ത് 2/5 എന്നുള്ളത് മനസ്സിൽ ആൻസർ കിട്ടും. പിന്നെ സ്റ്റെപ്പ് എഴുതേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ എഴുതി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. മാർക്കിനനുസരിച്ച് നോക്കുക കേട്ടോ.